ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ അടുക്കളയിലെ ജോലി ഈസി ആക്കാനും അടുക്കും ചിട്ടയോടും കൂടി സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനും ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മുടെ കിച്ചൺ ചെറുതാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് സ്റ്റീലിൻ്റെ ഇതുപോലെയുള്ള ഡിഷ് റാക്കാണ്. പാത്രം കഴുകുന്ന സമയത്ത് പാത്രം കഴുകിയിട്ട് ഈ ഒരു ഡിഷ് റാക്കിലേക്ക് വെക്കുകയാണെങ്കിൽ അതിലുള്ള വെള്ളമൊക്കെ ഒലിച്ച് പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ ഉണങ്ങി കിട്ടാൻ എളുപ്പമാണ്. ഉണങ്ങിയതിന് ശേഷം നമ്മൾ പാത്രം എവിടെയാണോ എടുത്ത് വെക്കുന്നത് അവിടേക്ക് എടുത്ത് വെക്കാം. ഇതുപോലെയുള്ള ഡിഷ് റാക്ക് വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റീലിൻ്റെ ഡിഷ് റാക്കാണ് കേട്ടോ നല്ലത്. ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെതും കിട്ടാനുണ്ട് മീഷോയിലൊക്കെ, പക്ഷെ അത് ഇത്ര വലിപ്പമില്ല. നമുക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ ഡിഷ് റാക്ക് ആണെന്നുണ്ടെങ്കിൽ വലിയ പാത്രങ്ങളൊക്കെ കഴുകി ഇതിൽ വെക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് പാത്രങ്ങളെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്തേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഹാൻഡിലുണ്ട്, അത് പിടിച്ച് നമുക്ക് വെയിലത്ത് കൊണ്ടുവെക്കാനും പറ്റും. അപ്പോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ ഡിഷ് റാക്കാണ് കേട്ടോ നല്ലത്. ഇതിൻ്റെ താഴെ ഇതേപോലുള്ളൊരു ട്രേ ഉണ്ട്, വെള്ളം ഈ ഒരു ട്രേയിലേക്കാണ് വരിക. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളം ഒഴിവാക്കി കൊടുത്താൽ മതി. പക്ഷെ ഞാൻ ഇതിൻ്റെ ഈ ഒരു ട്രേ യൂസ് ചെയ്യാറില്ല കേട്ടോ, കാരണം എൻ്റെ അടുക്കളയിൽ പാത്രം കഴുകാനായിട്ടൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ സ്കേർട്ടിങ് വെച്ചതിനെ കൊണ്ട് വെള്ളം ഇങ്ങോട്ടേക്ക് വരില്ല. സാധാ കൗണ്ടർ ടോപ്പിനോട് കൂടിയിട്ടല്ല കിച്ചൺ സിങ്ക് ഉള്ളത്, അത് വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നതിനെ കൊണ്ട് വെള്ളം കിച്ചൺ സിങ്കിലേക്ക് മാത്രമേ പോവുള്ളൂ. അപ്പോൾ ആ ഒരു ട്രേ ഞാൻ യൂസ് ചെയ്യാറില്ല. ആ ട്രേ ഞാൻ ഇതുപോലെ മിക്സിയും ചോപ്പറും ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു ട്രേ യൂസ് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് ആ ഒരു മിക്സിയും ചോപ്പറൊക്കെ വെച്ച് അവിടെയുള്ള ആ ഒരു കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്ന സമയത്ത് എളുപ്പമാണ് ഇതേപോലെ നീക്കിയിട്ട് പെട്ടെന്ന് തുടയ്ക്കാൻ പറ്റും. അതേപോലെ അതവിടെ ഇങ്ങനെ ഒതുങ്ങി നിന്നോളും, ആ ഒരു ട്രേൻ്റെ ഉള്ളിൽ ഇത് രണ്ടും ഒതുങ്ങി നിന്നോളും. പിന്നെ ഞാൻ മിക്സിയും അതേപോലെ തന്നെ ചോപ്പറും ഇതേപോലെ ഒരു ക്ലോത്ത് മാറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാകുമ്പം ഇതിലൊന്നും പൊടി പിടിക്കില്ല. ഇത് ഞാൻ പഴയ ഒരു നൈറ്റിയുടെ പീസ് വെച്ചിട്ട് മേറ്റ് പോലെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മിക്സിയുടെ ജാറുകളൊക്കെ വെച്ചിട്ടുള്ളൊരു റാക്ക് ഉള്ളത്. ഈ റാക്ക് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഈ റാക്ക് സാധാരണ എന്തെങ്കിലും കണ്ടെയ്നേഴ്സൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ ഈ റാക്ക് വാങ്ങിയിട്ടുള്ളത് നമ്മൾ പുറത്ത് വെക്കുന്ന പച്ചക്കറി ഉണ്ടല്ലോ, ഉള്ളി, ഉരുളക്കിഴങ്ങ്, അതേപോലെ വെളുത്തുള്ളി, ചുവന്നുള്ളി, അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റാക്ക് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു റാക്കിൽ മിക്സിയുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ജാറുകൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ വലിയുള്ളി, പൊട്ടാറ്റോ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റാക്കാണ്. അതായത് നമ്മൾ ചെറിയ കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ അത്ര സ്പേസ് ഉണ്ടാവില്ലല്ലോ. അപ്പം ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ആ ഒരു സൈഡിലുള്ള ഒരു കുറച്ച് സ്പേസിൽ ഈ ഒരു റാക്ക് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. കിച്ചണിലുള്ള ഈ പാനുകളും ദോശ തവ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലുള്ളൊരു ഹാങ്കർ സിങ്ക് ഏരിയൻ്റെ സൈഡിലായിട്ട് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് ഈ പാനുകളും ഒക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ അരിപ്പ, വലിയ അരിപ്പ ഉണ്ട്, അതൊക്കെ. പിന്നെ അതിലൊരു ഹാൻഡ് ടവലും കൂടി അറ്റത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് നമ്മൾ കൈയൊക്കെ തുടയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, പെട്ടെന്ന് നമ്മളുടെ ഡ്രസ്സ് തന്നെ തുടയ്ക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെ ഒരു ഹാൻഡ് ടവൽ വെച്ചിട്ടുണ്ട്. ആ ഹാൻഡ് ടവൽ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. 4 എണ്ണം വരുന്ന ഒരു സെറ്റാണ്. അപ്പോൾ നമ്മുടെ സിങ്ക് ഏരിയൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഹാൻഡ് ടവൽ വെക്കുന്നത് നല്ലതാണ് നമ്മുടെ കൈയൊക്കെ തുടയ്ക്കാൻ. പിന്നെ ഇതേപോലുള്ളൊരു ഹാങ്കർ ഞാൻ വാഷിംഗ് മെഷീൻ ഏരിയൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ കിച്ചൻ്റെ ഒരു കോർണറിലായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം നമ്മൾ കിച്ചണിൽ പണി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വാഷിംഗ് മെഷീനിൽ അലക്കുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് കിച്ചണിൽ തന്നെയാണ് വാഷിംഗ് മെഷീൻ ഉള്ളത്. അതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലുള്ള ഹാങ്കർ വെച്ചിട്ടുണ്ട്. അതിലാണ് ചൂല്, അതുപോലെ തന്നെ അടിച്ചുട്ട് വാരി, പിന്നെ പൊടി തട്ടുന്നത്, അങ്ങനെയുള്ളതൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടെയും ഒരു ഹാൻഡ് ടവൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അലക്കുന്ന സമയത്ത് നമ്മുടെ കൈ തുടയ്ക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ എൻ്റെ മോളുടെ ഒരു പഴയ കിറ്റ് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ മിഠായിൻ്റെ പാക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവർ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ, അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കാനാണ് ആ ഒരു കിറ്റ് അവിടെ വെച്ചിട്ടുള്ളത്. ആ ഒരു കിറ്റിൽ നിന്ന് അറിയുമ്പം അതിൽ നിന്ന് എടുത്തിട്ട് പുറത്തൊരു ചാക്കുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് പ്ലാസ്റ്റിക് മാത്രം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അതിനാണ് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ വാഷിംഗ് മെഷീൻ്റെ നേരെ മുകളിലായിട്ട് GI പൈപ്പിൽ ഇതേപോലെ ഒരു സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് സോപ്പ് പൊടിയൊക്കെ വെക്കുന്നത്. പിന്നെ എക്സ്ട്രാ സോപ്പ് ഉള്ളത് ഇതേപോലെ കാർഡ്ബോർഡ് ബോക്സിൽ ഒരു ഓർഗനൈസർ പോലെ ആയിട്ട് വെക്കുന്നുണ്ട്.
അതിലാണ് കംഫർട്ട്, ബാക്കിയുള്ള സോപ്പുകൾ, എക്സ്ട്രാ വാങ്ങുന്ന സോപ്പ്, പേസ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സിലാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തായിട്ട് ഇതേപോലെ ഒരു ഓർഗനൈസറിൽ കത്തി, അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ലൈറ്റർ, പിന്നെ നമ്മൾ ഇറുക്കി പിടിക്കുന്ന ആ ഒരു കമ്പി, പപ്പടക്കോല്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സ്റ്റൗവിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതേപോലെ ഒരു ഓർഗനൈസറിലാക്കിയിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അതാകുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഓയിൽ ബോട്ടിൽസൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളൊരു ബോക്സ് ഉണ്ട്. അത് ഞാനൊരു കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഓർഗനൈസറാണ് കേട്ടോ. അതിലാണ് ഓയിലിൻ്റെ ബോട്ടിലും നെയ്യിൻ്റെ ആ ഒരു കണ്ടെയ്നറും ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സ് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കാർഡ്ബോർഡിൻ്റെ ബോക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പല രീതിയിലും നമ്മുടെ വീട് നല്ല അടുക്കും ചുറ്റോടും കൂടിയിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടെയ്നറാണ് ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഈ 4 സംഭവങ്ങളും ഈ ഒറ്റൊരു കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മസാല ബോക്സ് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ കണ്ടെയ്നറും തുറന്ന് അടച്ച് അങ്ങനെ കുറേ ടൈം നമ്മളുടെ പോവാറുണ്ട്. അപ്പോൾ ഈ ഒറ്റൊരു കണ്ടെയ്നർ എടുത്താൽ നമുക്കിപ്പോൾ എന്തെങ്കിലും കറി വെക്കാനാണെങ്കിലും മസാല പുരട്ടാനാണെങ്കിലൊക്കെ അത്യാവശ്യം വേണ്ട പൊടികളാണിത്. അപ്പോൾ അതിന് ഈ ഒറ്റൊരു കണ്ടെയ്നറാണ് എടുക്കുക. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ്, നമ്മുടെ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാനും പറ്റും. അപ്പോൾ അതിൻ്റെ 2 എണ്ണം വരുന്ന ഒരു സെറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിൽ ഒന്നിൽ ഏലക്കായ്, കറാമ്പട്ട, കറാമ്പൂവ് അങ്ങനെയുള്ള സ്പൈസസ് ആണ് വെച്ചിട്ടുള്ളത്. അത് നമ്മൾ നെയ്ച്ചോറ്, ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതും ഇതേ പറഞ്ഞ പോലെ നമുക്ക് ഒറ്റൊരു കണ്ടെയ്നർ എടുത്താൽ അതിന് എല്ലാം ഇതേപോലെ എടുക്കാം. അപ്പം ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെറിയ കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വാങ്ങിക്കേണ്ട ഒരു സ്പൈസ് റാക്കാണ് കേട്ടോ ഇത്. ഇതുപോലുള്ള വേറെയും ഡിസൈനുകളുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഈ ഒരു സ്പൈസ് റാക്കാണ്. കാരണം ഇതിൽ 18 കണ്ടെയ്നേഴ്സ് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇത്. അപ്പം 18 കണ്ടെയ്നേഴ്സ് ഈ ഒരു കുറഞ്ഞ സ്ഥലത്ത് ഇത്രയും ഭംഗിയായിട്ട് ഒതുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു റാക്കിൽ, ഏറ്റവും മുകളിലുള്ള ആ ഒരു റാക്കിൽ ഞാൻ എപ്പോഴും എടുക്കുന്ന സംഭവങ്ങളാണ് വെച്ചിട്ടുള്ളത്. കടുക്, ഉലുവ, അതേപോലെ തന്നെ ജീരകം, പെരുംജീരകം, അതൊക്കെ നമ്മളെപ്പോഴും കറി വറവിടാനും അങ്ങനെയൊക്കെ എപ്പോഴും എടുക്കുന്നതാണല്ലോ. അതൊക്കെയാണ് ഏറ്റവും മുകളിലത്തെ തട്ടിൽ വെച്ചത്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് താഴെയായിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിഡ് നമ്മൾ ഓപ്പൺ ചെയ്യണമെന്നില്ല. ഇതിൻ്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ നീക്കിയാൽ നമുക്കിങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. അതെല്ലാം നമുക്ക് സ്പൂണിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു സ്പൂൺ ഇട്ട് കൊടുത്താൽ അങ്ങനെയും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതേപോലുള്ള വേറെ റാക്കുകൾ ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാത്തിലും വെച്ച് നോക്കുമ്പം ഇതാണ് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൊള്ളുന്ന കണ്ടെയ്നേഴ്സ് ഉള്ളത്. ഈ ഒരു റാക്കിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും ഐറ്റങ്ങളാണ് എൻ്റെ കിച്ചണിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കേട്ടോ. വേറെയും ഉണ്ട്. അപ്പം ഇത്രയും ഐറ്റങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവരൊന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.